अब नहीं आऊंगा दोस्त, अब नहीं आऊंगा, बता देना. സൂറത്തിൽ നിന്നുള്ള ഈ വാർത്ത വളരെ ഗൗരവകരമാണ്. വൻതോതിലുള്ള ഈ തൊഴിലാളി പലായനം രാജ്യത്തെ വ്യാവസായിക മേഖലയെ സംബന്ധിച്ച് ആശങ്കയുണ്ടാക്കുന്ന ഒന്നാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട പ്രധാന വിവരങ്ങൾ താഴെ നൽകുന്നു. പലായനത്തിന് പിന്നിലെ പ്രധാന കാരണങ്ങൾ: വ്യവസായ മേഖലയിലെ മാന്ദ്യം. സൂറത്തിലെ പ്രധാന മേഖലകളായ വജ്രം, ഡയമണ്ട്, ടെക്സ്റ്റൈൽസ് എന്നിവയിലുണ്ടായ സാമ്പത്തിക മാന്ദ്യം വലിയ തോതിൽ തൊഴിൽ നഷ്ടത്തിന് കാരണമായിട്ടുണ്ട്. കൃത്യമായ വേതനം ലഭിക്കാത്തത്. പല യൂണിറ്റുകളും പൂട്ടുകയോ വേതനം വെട്ടിക്കുറയ്ക്കുകയോ ചെയ്തത് തൊഴിലാളികളെ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചുപോകാൻ പ്രേരിപ്പിക്കുന്നു. ജീവിതച്ചെലവ്. വരുമാനം കുറഞ്ഞതോടെ നഗരത്തിലെ ഉയർന്ന ജീവിതച്ചെലവ് താങ്ങാൻ കഴിയാതെ വരുന്നത് മറ്റൊരു കാരണമാണ്. സാധ്യമായ പ്രത്യാഘാതങ്ങൾ: ഉൽപ്പാദന തടസ്സം. ഇത്രയധികം തൊഴിലാളികൾ ഒന്നിച്ചു പോകുന്നത് സൂറത്തിലെ ഉൽപ്പാദനത്തെയും വിതരണ ശൃംഖലയെയും സപ്ലൈ ചെയിനെ സാരമായി ബാധിക്കും. സാമ്പത്തികാഘാതം. വജ്രവ്യാപാരത്തിലും വസ്ത്രവ്യാപാരത്തിലും ഇന്ത്യയുടെ പ്രധാന കേന്ദ്രമായ സൂറത്തിലെ തളർച്ച ദേശീയ സാമ്പത്തിക വളർച്ചയെപ്പോലും ബാധിച്ചേക്കാം. പാചകവാതക വിലയും ജീവിതച്ചെലവും. തൊഴിലാളികളെ നാടുവിടാൻ പ്രേരിപ്പിക്കുന്ന പ്രധാന ഘടകങ്ങളിലൊന്ന് കുതിച്ചുയരുന്ന ഗ്യാസ് വിലയും മറ്റു നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റവുമാണ്. വരുമാനം കുറയുകയും മറുവശത്ത് അടുക്കള ചെലവുകൾ താങ്ങാനാവാത്ത വിധം വർദ്ധിക്കുകയും ചെയ്തതോടെ സാധാരണക്കാരായ തൊഴിലാളികൾക്ക് നഗരജീവിതം അസാധ്യമായി മാറിയിരിക്കുന്നു. 2. തൊഴിൽ പ്രതിസന്ധിയും ഗ്യാസ് കണക്ഷനുകളും. പല തൊഴിലാളി കുടുംബങ്ങൾക്കും സബ്സിഡി ലഭിക്കുന്നതിലെ സാങ്കേതിക തടസ്സങ്ങളും ഗ്യാസ് സിലിണ്ടറുകളുടെ ഉയർന്ന വിലയും വലിയ ബാധ്യതയാണ് ഉണ്ടാക്കുന്നത്. ജോലിയില്ലാത്ത സാഹചര്യത്തിൽ ഈ ചെലവുകൾ കൂടി വന്നതോടെ ഇനിയിവിടെ തുടരാനാവില്ല എന്ന അവസ്ഥയിലേക്ക് അവർ എത്തിപ്പെട്ടു.